നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ജൂൺ മാസത്തിലെ പെൻഷൻ എന്താണ് സംഭവിച്ചത്? സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് ജൂൺ മാസം 20-ാം തീയതി അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ പണം എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. പണം ആർക്കെല്ലാമാണ് ഇന്നലെ കിട്ടിയത്? ഇനി എന്നാണ് നമുക്ക് അക്കൗണ്ടിൽ പണം എത്തുക, അല്ലെങ്കിൽ കൈകളിൽ എന്നാണ് പണം എത്തുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഒരു 10 ദിവസം മുമ്പ് സർക്കാർ പറഞ്ഞിരുന്നത് 2025 ജൂൺ മാസം 20-ാം തീയതി ജൂൺ മാസത്തിലെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ ഒരുപാട് ആളുകൾക്ക് പണം എത്തിയിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പണം എത്തിയിട്ടുള്ളത്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇന്നലെ പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും 2-3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും പണം അവരുടെ അക്കൗണ്ടിൽ എത്തുക. ഇതുവരെയും സർക്കാരിൽ നിന്നും ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പണം എന്ന് എത്തുമെന്നുള്ളത്. അതിന് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ തന്നെ പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ധനവകുപ്പിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് 20-ാം തീയതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോഴും പെൻഷൻ സംബന്ധമായിട്ടുള്ള ഒരു അറിയിപ്പും ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി 5 ദിവസം മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് ബാക്കിയുള്ളത്. നമുക്കറിയാം 25-ാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിങ് തുടങ്ങുന്നത്. മസ്റ്ററിങ് ചെയ്യാത്ത ഒരാൾക്കും പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അല്ലാത്ത ആളുകൾക്ക് പിന്നീട് പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വരുന്നൊരു കമൻറ്റാണ് മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷനേ ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മെയ് മാസത്തിൽ 1400 രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ അവരുടെ പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് പല ആളുകളും കഴിഞ്ഞ വർഷം മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്. ആധാർ കാർഡും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പെൻഷൻ മസ്റ്ററിങ് നിർബന്ധമായും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് പണം വരുന്നതെങ്കിൽ ആ അക്കൗണ്ട് ആധാർ കാർഡുമായും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യുക. KYC പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് വരാത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷനും സർക്കാരിന് മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.